വളരെ എളുപ്പത്തിൽ 100% ഹെൽത്തിയായും നാവിൽ മറക്കാത്ത രുചി സമ്മാനിക്കുന്നതുമായ ഒരു കറിയായാലോ? നമ്മുടെ പറമ്പിലുള്ള ഏത് പച്ചച്ചീരയും ഇതിനുപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് നാടൻ ചീരയും കുറച്ച് സാമ്പാർ ചീരയുമാണ് എടുത്തിരിക്കുന്നത്. ഗ്രേവിക്കായി കൂടെ ഒരു സവോളയും കുറച്ച് വെളുത്തുള്ളിയും മാത്രം മതി. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച ശേഷം നന്നായി കഴുകിയ ചീര അതിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് വാടിപ്പോകരുത്, അതിൻ്റെ പച്ച നിറം നമുക്ക് കറിക്ക് ആവശ്യമാണ്. ഇങ്ങനെ വാട്ടിക്കിട്ടിയ ചീര തിളച്ച വെള്ളത്തിൽ നിന്ന് നേരിട്ട് ഐസിട്ട വെള്ളത്തിലേക്ക് മാറ്റണം. കുറച്ചേറെ നോർമൽ വെള്ളത്തിൽ കഴുകി അതിൻ്റെ ചൂട് പെട്ടെന്ന് കളഞ്ഞാലും മതി. ചീരയുടെ പച്ച കളർ നിലനിർത്താനാണ് ഇങ്ങനെ പെട്ടെന്ന് തണുപ്പിക്കുന്നത്. അതല്ലെങ്കിൽ കറിക്കൊരു ഇരുണ്ട കളറായി പോവും. കാഴ്ചയ്ക്ക് മാത്രമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേക രുചിയാണ് കറിക്ക്. ഇനി ഈ ചീര മിക്സിയുടെ ജാറിലിട്ട് ഐസ് കട്ടയും കൂട്ടി നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളിയും സവോളയും കൂട്ടി നന്നായി അരച്ചെടുക്കണം. ദാ നല്ല പച്ച കളറിൽ ഗ്രേവിക്കുള്ള അരപ്പ് തയ്യാർ. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിൽ എണ്ണയൊഴിച്ച് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം പൊട്ടി കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞ് കുറച്ച് കുഞ്ഞുള്ളി ചേർത്ത് നന്നായി മൂപ്പിക്കണം. പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം. ഗ്രേവി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ പച്ചമുളക് അരയ്ക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറും വരെ മൊരിച്ചെടുക്കണം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചീരക്കൂട്ട് ഒഴിച്ചു കൊടുക്കണം. അല്പം വെള്ളം മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കണം. ഇതിനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പനീർ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ഇത് നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ പനീർ ക്യൂബ്സ് ഉണ്ടായിരുന്നതുകൊണ്ടും മുട്ട കുറവായിരുന്നതുകൊണ്ടുമാണ് ഞാനിതെടുത്തത്. മൂടി വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കണം. പുഴുങ്ങിയ മുട്ട മുഴുവനായോ ചെറിയ കഷ്ണങ്ങളായോ ഇനി ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത ശേഷം പതിയെ മാത്രം ഇളക്കി കൊടുക്കണം. കറി നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ കുറച്ച് കസൂരി മേത്തി കയ്യിലെടുത്ത് നന്നായി ഞെരടി ചേർക്കണം. കറിവേപ്പിലയാണെങ്കിലും മതി. ഒരു മിനിറ്റ് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചു കഴിഞ്ഞാൽ കഴിച്ച് മതിവരാത്ത വിധം രുചിയുള്ള തകർപ്പൻ കറി റെഡി.